അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ആളുകൾ വഴിതെറ്റി പോകുന്നതിന് ഇന്ന ആളുകൾക്ക് വഴിതെറ്റി പോയല്ലോ എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അത് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അത് ചിലപ്പോൾ ദുആ ചെയ്യുന്നുണ്ടായിട്ടുണ്ടാവില്ല എന്നാണ്. ദുആ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. എപ്പോഴും നമ്മൾ പേടിച്ചുകൊണ്ട് തന്നെ അള്ളാഹു ദുആ ചെയ്യണം. അള്ളാഹു എന്നെ തെറ്റിച്ചു കളയല്ലേ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന, റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അള്ളാഹു ഹിദായത്തിലാക്കിയതിനു ശേഷം എന്റെ കൽബിനെ തെറ്റിച്ച് കളയരുതേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. തെറ്റാർക്കും സംഭവിക്കാം, പണ്ഡിതന്മാർക്ക് സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അത് ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് ഈ ദുആ എപ്പോഴും ദുആ ചെയ്യണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ദുആയായി നമ്മുടെ ഉമ്മമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്, എന്റെ കൽബിനെ നീ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമെന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെയൊക്കെ ഹിസ്റ്ററികളുണ്ട്, നമ്മൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ അങ്ങനെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരാൾ രക്ഷപ്പെടാനുള്ള മാർഗം മാത്രമല്ല. ദുആ നിർബന്ധമായി ചെയ്യണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായുള്ള ദുആ അതെപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതായത് സംശയം മുതശാബിഹുകളും മുഹ്കമുകളൊക്കെ ഉണ്ടാകുന്ന സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു തആല പറയുന്നുണ്ട്. ഖുർആനിലെ ചില ആയത്തുകളൊക്കെ മുഹ്കമായതുണ്ട്, ചില നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് എപ്പോഴും ബിദ്അത്തിന്റെ ആളുകൾ കൊണ്ടുവരിക, ശിർക്കിന്റെ ബിദ്അത്തിന്റെ ആൾ കൊണ്ടുവരുന്ന അങ്ങനെ ചില കാര്യങ്ങൾക്കുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്, വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി. ഇൽമിൽ അടിയുറച്ച ആളുകൾ പറയും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളതാണ്. യഖീനോടുകൂടി അവർ പറയും. അത് മുമ്പ് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവർ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, സമൂഹം അംഗീകരിക്കുന്നുണ്ടോ ഒന്നും ചിന്തിക്കേണ്ടതില്ല. അള്ളാഹു ഇറക്കിയതാണോ അവർ ഉറച്ചു പറയും ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിന. ഇതെല്ലാം എന്റെ റബ്ബിന്റെ അടുത്ത് തന്നെയാണ്. ഓരോന്നും കൊണ്ടുവരില്ല. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹദീസിൽ ഈ പറഞ്ഞത് അങ്ങനെയല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹിയാണോ, അത് ഖുർആനിലുള്ളതാണോ എങ്കിൽ ആമന്നാ ബിഹി, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്ന ദുആ ആയിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഈ ഇൽമുള്ള ആളുകളാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, ഹിദായത്തിലാക്കി, നമുക്ക് ഇൽമൊക്കെ നൽകി ഹിദായത്തിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യരുത്, എന്നെ വലാലത്തിലേക്ക് ആക്കരുതേ, വഴി തെറ്റിച്ച് കളയരുതേ എന്ന് ദുആ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ എപ്പോഴും നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മൾ പ്രധാനപ്പെട്ട ദുആ ഒന്ന് ഈ ദീനിൽ അടിയുറച്ച് നിർത്താൻ, ഈ സുന്നത്തിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിർത്താൻ എന്നുള്ളതായിരിക്കണം. സുന്നത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ സ്വഹാബികളുടെ മാർഗം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ മുസ്ലിമായി എന്നുള്ളതാണോ അതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം സ്വീകരിച്ചത് എന്നുള്ളതാണോ എനിക്ക് ഏറ്റവും അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതായ കാര്യം എന്ന് എനിക്ക് അറിയില്ല. കാരണം രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുന്നത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അയാൾ നരകത്തിന്റെ വഴിയിലാണുള്ളത്. ഒരു ബിദ്അത്തുകാരന്റെ പര്യവസാനം നരകത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പലപ്പോഴും അവന്റെ മാർഗമാണ് ശരിയെന്ന് ഇരിക്കുന്നവരുമാണ്. അപ്പൊ തിന്മകൾ ചെയ്യുന്നവനേക്കാളും വലിയ അപകടത്തിലാണ് അവൻ ഉണ്ടാകുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന എത്രയോ ദലാലത്തിന്റെ ആളുകളുണ്ട്. ഒരു കാലത്ത് ചിലപ്പോൾ അവർ ഹിദായത്തിന്റെ മാർഗത്തിലുള്ള ആളുകളായിരിക്കും, പക്ഷെ തെറ്റിപ്പോകുന്നുണ്ടാകും. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. പുതുതായി എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക്, ആരെങ്കിലും പറയുമ്പോഴേക്ക് അതിന്റെ പിന്നിൽ പോകുന്ന ആളുകളാകാൻ പാടില്ല നമ്മൾ.